നമസ്കാരം. സംഘപരിവാർ കേന്ദ്രങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകിയിട്ടുണ്ട്, അതുമാത്രമേ തങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നാണ്. ഒരു വാദത്തിന് ആ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും 69 ഏക്കർ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ കോടതി വിധിയുടെ താൽപ്പര്യം നാം ഒന്ന് പരിഗണിച്ചാൽ ഈ ക്ഷേത്ര നിർമ്മാണത്തെ ഈ വിധത്തിൽ വർഗീയമായും രാഷ്ട്രീയമായും ഉപയോഗപ്പെടുത്താൻ സംഘപരിവാറിന് സുപ്രീം കോടതി അനുവാദം നൽകിയിട്ടുണ്ടോ? ഇല്ല. ആരാണ് രാമക്ഷേത്രം നിർമ്മിക്കേണ്ടത്? എന്താണ് വിധിയുടെ സാരം? രാമക്ഷേത്രം നിർമ്മിക്കേണ്ടത് UP സർക്കാരല്ല, കേന്ദ്ര ഗവൺമെൻറ് അല്ല, സംഘപരിവാറല്ല, പിന്നെയോ ഒരു ട്രസ്റ്റാണ്. ഒരു ട്രസ്റ്റ് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അത് ഈ വിധമാണോ സംഘടിപ്പിക്കേണ്ടത്? അയോധ്യ വിധിയുമായി കുഴഞ്ഞുമറിഞ്ഞ വിഷയങ്ങളിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമാണ് ആ പ്രദേശത്തിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് അയോധ്യയിലെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. 69 ഏക്കർ ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകാൻ ആ വിധിയിൽ പറഞ്ഞു. ആ വിധി തന്നെ അപകടകരമാണ്, ഇരിക്കട്ടെ. എങ്കിലും പൊതുവിൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളും മുസ്ലിം ജനസാമാന്യവും ഉൾപ്പെടെ എല്ലാവരും ഒരു തർക്കം ഈ വിധം തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന ഒരു ന്യായത്തിൽ ആ വിധി അംഗീകരിച്ചു. അതിനർത്ഥം ആ വിധി സർവാത്മന ശരിയായിരുന്നു എന്നല്ല. പിന്നെയോ, പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തിൻ്റെ തർക്കം ഈ വിധം അങ്ങ് തീരുകയാണെങ്കിൽ തീരട്ടെ എന്നു കരുതിയാണ്. അതോടൊപ്പം മറ്റ് ചില വിഷയങ്ങൾ കൂടി ആ കേസിൻ്റെ കൂടെയുണ്ട്. ഇന്ത്യയിലെ കോടതികളൊന്നും അതേ സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അതെന്താണ്? ഈ വിധിയിൽ തന്നെ സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചൊരു കാര്യം, ബാബറി മസ്ജിദ് 92 തകർത്തത് അക്ഷന്തവ്യമായ അപരാധമാണ്, ക്രിമിനൽ കുറ്റമാണ്, നിയമവാഴ്ചയെ അട്ടിമറിച്ചതാണ്, ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയതാണ്, അത് തെറ്റാണ്. പിന്നെയോ 49 അന്നത്തെ ഫൈസാബാദ് മജിസ്ട്രേറ്റ് ആയിരുന്ന KK നായരുടെ അനുഗ്രഹാശിസ്സുകളോടെ അർദ്ധരാത്രിയിൽ ആരുമറിയാതെ ചിലർ അത് ഇൻവേർട്ടഡ് കോമയിലുള്ള ചിലരാൻ പള്ളിക്കകത്ത് രാമവിഗ്രഹം കൊണ്ടുപോയി വെച്ചത്. ഈ വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തെറ്റാണ് എന്ന് ആവർത്തിച്ചതിന് ശേഷമാണ് എന്നാലും അമ്പലം പണിയാം, പള്ളി നിർമ്മിക്കാൻ മറ്റൊരു 5 ഏക്കർ സ്ഥലം കണ്ടെത്തി അവർക്ക് നൽകണം എന്നും സുപ്രീം കോടതി പറഞ്ഞത്. ആധുനിക യുഗത്തിൽ ഏതെങ്കിലും ഒരു ചരിത്ര നിർമ്മിതി, സ്മാരകം, പൈതൃക ഭവനം തകർത്ത അനുഭവങ്ങൾ ലോകത്തേറെ ഉണ്ടായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ബുദ്ധപ്രതിമകൾ തകർത്തത് നമുക്കറിയാം. പ്രാകൃതമായ അപലപനീയമായ കാര്യം. അതിന് സമാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സംഘപരിവാർ 4 നൂറ്റാണ്ടിലേറെ പ്രായമുള്ള ഒരു ചരിത്ര സ്മാരകം തവിടുപൊടിയാക്കി വിട്ടത്. അതേക്കുറിച്ചുള്ള വിധി ഈ ഓഗസ്റ്റ് മാസം 31-നകം പ്രഖ്യാപിക്കണം എന്ന് സുപ്രീം കോടതി ആ കേസ് കൈകാര്യം ചെയ്യുന്ന ലഖ്നൗവിലെ പ്രത്യേക കോടതിയുടെ ജഡ്ജി SK യാദവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ക്രിമിനൽ കേസിലെ പ്രതികളോട് ഒപ്പമിരുന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമ്പലത്തിൻ്റെ ശിലാസ്ഥാപനം പണിയുന്നത് എന്നത് എന്തിൻ്റെ സൂചനയാണ്? തീർച്ചയായും നമ്മുടെ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ ഇന്ത്യ എന്നതിൽ നിന്ന് ഭൂരിപക്ഷവാദം ഉയർത്തിപ്പിടിക്കുന്ന സങ്കുചിതമായ ഹിന്ദു ഇന്ത്യയിലേക്ക് മാറിയിരിക്കുന്നു.
നോക്കൂ, ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത നാം മറന്നു പോകരുത്. കോവിഡ് ഇന്ത്യയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും കോവിഡ് ബാധിതരായിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ സ്വാഭാവികമായും അതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ജീവിക്കാൻ വകയില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ പ്രയോറിറ്റി, മുൻഗണന? ആ മുൻഗണനകൾ പരിശോധിക്കുമ്പോഴാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നാം ഓർക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് തികച്ചും ഏകപക്ഷീയമായി പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കി ആരോടും ആലോചിക്കാതെ ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദ് ചെയ്തതും കാശ്മീരിനെ വിഭജിച്ചതും. കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം ഓഗസ്റ്റ് 5 രാമക്ഷേത്രത്തിന് ശിലയിട്ടു. ഒരുപക്ഷെ അടുത്ത ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഏകപക്ഷീയമായി ആരുമായും ആലോചിക്കാതെ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഏകീകൃത സിവിൽ കോഡുമായി സംഘപരിവാർ വരില്ലേ? വരില്ല എന്ന് ഉറപ്പ് പറയാനാവില്ല. അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴുമുണ്ടാകും. രാമക്ഷേത്രമല്ലേ, അതിലെന്താണ് തെറ്റ്? 370 വകുപ്പ് റദ്ദ് ചെയ്ത് ഒരൊറ്റ ഇന്ത്യ, ഒരു ജനത എന്ന മുദ്രാവാക്യം നടപ്പിലാക്കിയതിൽ എന്താണ് തെറ്റ്? വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ ഈ വിധം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ മാത്രം ചിന്തിക്കാൻ ഒരു തലമുറയെ പരിശീലിപ്പിക്കുന്ന വിധത്തിൽ മതനിരപേക്ഷതയും തുല്യതയും നീതിയും ജനാധിപത്യവും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും ആ വിധത്തിലുള്ള ജ്ഞാനോദയം രൂപപ്പെടുത്തിയ ആധുനികമായ മൂല്യങ്ങളത്രയും ഫലശൂന്യമാണ് എന്ന് കരുതുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ നയവും ആരുമായും ചർച്ച ചെയ്യാതെ, പാർലമെൻറ്റിൽ ആലോചിക്കാതെ, വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്താതെ ഏകപക്ഷീയമായി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷവാദികൾ സംഘപരിവാറിൻ്റെ വളരെ കുൽസിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ശ്രീരാമനെയും രാമജന്മഭൂമി വിഷയത്തെയും ഉപയോഗപ്പെടുത്തുന്ന, അതിനുവേണ്ടി മാത്രം ഇതുപോലൊരു സമയത്ത് തിരക്കിട്ട് ധൃതി പിടിച്ച് രാമക്ഷേത്രത്തിന് ശിലയിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും വർഗീയ അജണ്ടകളെ എതിർക്കേണ്ടതാണ്. 3-4 വർഷത്തെ ഒരു കാലമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഏക സിവിൽ കോഡിൻ്റെ അജണ്ടയും രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി അടുത്ത ഒരു 4 വർഷക്കാലം പിന്നിടുമ്പോൾ തീർച്ചയായും ഈ കാലങ്ങളിൽ വരാനിടയുള്ള തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം എന്ന് കാണാനാകും. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതി ഒരു തർക്കപരിഹാരം എന്ന നിലയ്ക്ക് നിർദ്ദേശിച്ച ഒരു ട്രസ്റ്റിനെ കൊണ്ട് പണിയണം എന്ന് നിർദ്ദേശിച്ച അമ്പലത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ RSSൻ്റെ തലവൻ്റെ കാര്യമെന്താണ്? രാമജന്മഭൂമി ന്യാസിൻ്റെ തലവൻ്റെ സാന്നിധ്യത്തിൻ്റെ കാര്യമെന്താണ്? അവരോട് രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളെയും വർഗീയമായ വിഭജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയല്ലേ സംഘപരിവാർ ചെയ്യുന്നത്? അതിനിടയിൽ ഈ ശിലാന്യാസന ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയ മുസ്ലിമിനെ പറ്റിയുള്ള കോളം വാർത്തകളെ കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ നിറയുന്നതും നാം കാണുന്നുണ്ട്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ, 18% മുസ്ലിം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 88 പാർലമെൻറ്റ് സീറ്റുകളിൽ ഒരു മുസ്ലിം MP ഇല്ല. BJP ഒറ്റയ്ക്ക് ഭരിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ. BJPയുടെ MP-മാരിൽ ഒരു മുസ്ലിമില്ല. 2019-ലെയും 2014-ലെയും തെരഞ്ഞെടുപ്പുകളിൽ BJP MP-മാരിൽ ഒരു മുസ്ലിമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 6 മണ്ഡലങ്ങളിൽ മാത്രമാണ്
BJP മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടുള്ളത് വിജയിപ്പിക്കുകയല്ല. ഈ 6 മണ്ഡലങ്ങൾ എവിടെയാണ്? അവർക്ക് വിജയസാധ്യതയുള്ള ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ അതുപോലെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു മുസ്ലിമിനെ പോലും BJP സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. എന്താണ് അത് നൽകുന്ന സൂചനകൾ? വ്യക്തമായ സന്ദേശം. അനുനിമിഷം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഹിന്ദുക്കളോട് BJP നൽകുകയാണ്. ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും രണ്ടാണ്. അത് 2 സംസ്കാരമാണ്, 2 ധാരകളാണ്, യോജിക്കാത്തതാണ്. ഇന്ത്യയുടെ ദേശീയതയിൽ ഇസ്ലാം എന്ന് പറയുന്നത് അപരവൽക്കരിക്കപ്പെട്ടതാണ്. വേണമെങ്കിൽ അടങ്ങിയൊതുങ്ങി ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ സ്വത്വത്തെ വരെ, ഐഡൻറ്റിറ്റിയെ വരെ ഉപേക്ഷിച്ച് കൂടെ നിന്നാൽ വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാം. അല്ലെങ്കിലോ പുറത്താണ്. ഇന്ത്യയുടെ ദേശീയതയിൽ നിന്ന് നിങ്ങൾ പുറത്താണ്. ഈ സന്ദേശമല്ലേ ഓരോ സന്ദർഭത്തിലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് BJP സർക്കാരും അധികാരത്തിനു വെളിയിൽ സംഘപരിവാർ കേന്ദ്രങ്ങളും നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെ വിമർശിക്കുന്നതിന് പകരം ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ സമീപനം നോക്കൂ. അവർ പറയുന്നത് ഞങ്ങളെയും കൂട്ടണേ എന്നാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. എന്തുകൊണ്ടില്ല? കോൺഗ്രസ് ഇന്ത്യയിൽ ശക്തമായി നിലനിന്ന കാലത്ത് ഈ തർക്കം അവർക്ക് രമ്യമായി പരിഹരിക്കാമായിരുന്നു. അടുത്ത ദിവസം, നേരത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ പുസ്തകം, ആത്മകഥാപരമായൊരു പുസ്തകം പുറത്തിറങ്ങുകയുണ്ടായി. അതിലൊരു കാര്യം അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. 84-നും 89-നും ഇടയിൽ രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന സമയത്ത് വേണമെങ്കിൽ രമ്യമായി അയോധ്യ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. പല നിർദ്ദേശങ്ങളും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. പകരം എന്തു ചെയ്തു? 89-ൽ പള്ളിക്കകത്ത് നേരത്തെ നിയമരഹിതമായി ഒളിപ്പിച്ച് കടത്തിവെച്ച രാമവിഗ്രഹത്തിൽ പൂജ നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. 89-ലാണ് BJP ഹിമാചൽ പ്രദേശിലെ പാലാംപൂരിൽ ജൂൺ മാസം 11-ന് നടന്ന തങ്ങളുടെ നേതൃയോഗത്തിൽ വെച്ച് രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി ഒരു പ്രമേയത്തിലൂടെ സ്വീകരിച്ചത് എന്ന കാര്യവും നാം ഓർക്കണം. 49-ൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ് പള്ളിക്കകത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. പിന്നീട് ഈ പറഞ്ഞ 89-ൽ ആ വിഗ്രഹത്തിൽ പൂജ നടത്താൻ തീരുമാനിച്ചപ്പോഴും ഭരണം കോൺഗ്രസിനാണ്. പിന്നീടോ 92-ൽ ഇന്ത്യയുടെ എല്ലാ നിയമ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി അലഹാബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അവയെല്ലാം കാറ്റിൽ പറത്തി ഭ്രാന്ത് പിടിച്ച സംഘപരിവാർ പ്രവർത്തകർ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും ഉമാഭാരതിയുടെയും നേതൃത്വത്തിൽ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഈ വിധത്തിൽ എന്നോ പരിഹരിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തെ സാമുദായിക ഐക്യം തകർക്കാനും വർഗീയമായി സംഘപരിവാറിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനും എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ കോൺഗ്രസ്സിനാണ് കാലാകാലങ്ങളിൽ. BJP ആകട്ടെ ഇതിനെ ഒരു മതകാര്യമായോ വിശ്വാസപരമായ കാര്യമായോ അല്ല കാണുന്നത്. പിന്നെയോ രാഷ്ട്രീയമായ അധികാരം കൈയാളുന്നതിന് വേണ്ടിയുള്ള കുൽസിതമായ ഒരു നീക്കം മാത്രമായിട്ടാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 1980-ൽ രൂപം കൊള്ളുമ്പോൾ അയോധ്യ BJPയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. 84-ൽ പാർലമെൻറ്റിൽ അവർക്ക് 2 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്, വാജ്പേയിയും അദ്വാനിയും. പിന്നീട് അവർ മനസ്സിലാക്കി ഹിന്ദു ദേശീയത
സാംസ്കാരിക ദേശീയത അതാണ് പറ്റിയ മരുന്ന്. എന്തിന്? അധികാരം പിടിക്കാൻ. ആ തരത്തിൽ 89-ൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാക്കി അയോധ്യ ഭൂമി പ്രശ്നത്തെ, രാമജന്മഭൂമി വിഷയത്തെ അവർ മാറ്റി. തുടർന്ന് 90-ൽ അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി. വർഗീയമായി ഉത്തരേന്ത്യയെ ആഴത്തിൽ വിഭജിച്ചു. നൂറുകണക്കിന് കലാപങ്ങൾ നടന്നു. ആയിരക്കണക്കിന് പേർ വധിക്കപ്പെട്ടു. അതിനൊടുവിലാണ് 92-ൽ പള്ളി പൊളിച്ചത്. പിന്നീടുള്ളതെല്ലാം നമുക്കറിയാം. ഈ 3 പതിറ്റാണ്ടിനിടെ രാമൻ എന്നു പേരുള്ള, കൃഷ്ണൻ എന്നു പേരുള്ള, സീത എന്നു പേരുള്ള ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകാതെ, അവർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനോ മരുന്നിനോ നല്ല ജീവിതത്തിനോ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ, മതത്തിൻ്റെ പേരിൽ കേവലമായ വൈകാരികതകൾ സൃഷ്ടിച്ച് എങ്ങനെ ഈ പാവം മനുഷ്യരെ തങ്ങളുടെ കൂടെ നിലനിർത്തിപ്പോരാം എന്ന് അവർ ആവർത്തിച്ചാവർത്തിച്ച് പരീക്ഷണം നടത്തി വിജയിച്ച ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ് യഥാർത്ഥത്തിൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം.